നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധിയിൽ ഒടുവിൽ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ. വിവാദ സമാധി കല്ലറ തുറക്കാൻ പോലീസിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി പരാമർശം. നെയ്യാറ്റിൻകര ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി കുടുംബത്തോട് ചോദിച്ചു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. കല്ലറ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം ഒരു ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ആ കുടുംബത്തിന്റെ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി നിർണായകമായ ചോദ്യങ്ങൾ കുടുംബത്തോട് ചോദിച്ചിരിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്നും ഈ കല്ലറ തുറക്കാനുള്ള അധികാരം പോലീസിന് ഉണ്ട് എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ജസ്റ്റിസ് CS ഡയസ് ആയിരുന്നു ഈ ഹർജി പരിഗണിച്ചത്. ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചു. അന്വേഷണം തടയാനാകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട്. അസ്വാഭാവിക മരണമാണോ സ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. എങ്ങനെ മരിച്ചു എന്ന് പറയാൻ കുടുംബത്തോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയുണ്ടായി. മരണം എവിടെ അംഗീകരിച്ചു എന്നതുകൂടി വ്യക്തമാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സ്വാഭാവിക മരണമാണെങ്കിൽ അംഗീകരിക്കാമെന്നും കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിനെ എന്തിനാണ് പേടിക്കുന്നതെന്നും CS ഡയസ് ചോദിച്ചു. ജില്ലാ കളക്ടർക്ക് വിഷയത്തിൽ നോട്ടീസ് അയച്ചു. കളക്ടർ റിപ്പോർട്ട് നൽകണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതി. മാത്രമല്ല, ഈ ഹർജി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും അടുത്ത ആഴ്ച വരെ ഈ ദുരൂഹ സമാധി പൊളിക്കാൻ സാഹചര്യങ്ങളില്ല. എന്തായാലും കോടതി അടുത്ത ആഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ നിർണായകമായ വിധി തന്നെയായിരിക്കും ഹൈക്കോടതി പുറപ്പെടുവിക്കുക എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു കോടതിയുടെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരണശേഷമുള്ള 41 ദിവസത്തെ പൂജ മുടങ്ങാതെ ചെയ്യാൻ കഴിയണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കല്ലറ പൊളിക്കാനുള്ള ആർഡിഒയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നും കുടുംബം ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. സൗമി സമാധിയായത് തന്നെയാണ് എന്നാണ് ഭാര്യ കോടതിയിൽ ആവർത്തിച്ചത്. എന്നാൽ സമാധിയായെന്ന നോട്ടീസ് നേരത്തെ അച്ചടിച്ചതാണോ എന്നതിലടക്കം പോലീസിന് വലിയ രീതിയിലുള്ള സംശയമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ഒന്നടങ്കം നെയ്യാറ്റിൻകരയിലേക്ക് ഉറ്റുനോക്കുകയാണ്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധിയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയും ആഗ്രഹത്തോടെയാണ് ഏവരും ആയിരിക്കുന്നത്. ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഈ ഒരു അവരുടെ വീടിനടുത്തുള്ള ഗേറ്റിലും മറ്റ് ചുമരിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് അദ്ദേഹം മരണപ്പെട്ടു എന്ന കാര്യം അയൽവാസികൾ പോലും അറിയുന്നത്. ഇതേ തുടർന്ന് അയൽവാസികൾക്ക് സംശയമുണ്ടാവുകയും അവർ പരാതിയുമായി രംഗത്ത് വരികയുമായിരുന്നു. അതായത് ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറയുന്നതിൽ അദ്ദേഹം എങ്ങനെ സമാധിയാകും എന്നതടക്കമുള്ള ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കുടുംബത്തിന്റെ മൊഴിയിൽ അടിമുടി വൈരുദ്ധ്യമുള്ളത് കൊണ്ടാണ് നാട്ടുകാർക്ക് സംശയം തോന്നിയതും അവർ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തത്. കിടപ്പിലായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെയാണ് ഈ ഒരു സമാധി പീഠത്തിനരികിൽ നടന്നു വന്ന് സമാധിയാകുക എന്ന സംശയമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇതേ തുടർന്ന് ഈ സമാധി പീഠം പൊളിച്ച് അതിനകത്ത് ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഉണ്ടോ, അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നറിയണം എന്നതടക്കമുള്ള ആവശ്യം പരാതിക്കാർ ഉന്നയിക്കുകയായിരുന്നു. ഇതിൻ പ്രകാരം ജില്ലാ ഭരണകൂടം ഈ ഒരു സമാധി പീഠം പൊളിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും പോലീസ് അത് നടപ്പിലാക്കാൻ എത്തുകയും ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള സമരമായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കുടുംബം ഒന്നടങ്കം ഈ ഒരു സമാധി പീഠം പൊളിക്കാൻ അനുവദിക്കരുത് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉന്നയിച്ചത്. അന്ന് ആ ശ്രമം പരാജയപ്പെട്ടതോടെ ചർച്ച ചെയ്യുകയും മറ്റു തീരുമാനങ്ങളിലേക്ക് കടക്കുകയുമായിരുന്നു. ഇന്ന് വീണ്ടും ആ സമാധി പീഠം പൊളിക്കാനുള്ള ഒരു ഉത്തരവ് ജില്ലാ ഭരണകൂടം പോലീസിന് നൽകിയിരുന്നു. പക്ഷേ അതിനിടയിൽ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ സമാധി പൂജകൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്നും 41 ദിവസത്തെ ഈ ചടങ്ങുകൾ ഉണ്ടെന്നും അത് പൂർത്തിയാക്കുന്നതിനിടയിൽ സമാധി പീഠം പൊളിക്കാനാകില്ല എന്നുമാണ് ഈ കുടുംബം ഉന്നയിക്കുന്ന വാദം. അതുകൊണ്ട് തന്നെ സമാധി പീഠം പൊളിക്കരുത് എന്ന ആവശ്യം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇത് പൊളിച്ച് അതിനുള്ളിൽ അദ്ദേഹം ഉണ്ടോ എന്നറിയണം എന്ന ആവശ്യം മറുവശത്തും ശക്തമാണ്. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ നിർണായകമായ ഒരു ഇടപെടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എന്തിനു പേടിക്കുന്നുവെന്നും മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നും വിവാദ സമാധി കല്ലറ തുറക്കാൻ പോലീസിന് അധികാരമുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ഇന്നത്തെ ഒരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പൊളിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കോടതി ഒരു ഉത്തരവിടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിർണായകമായ ഇടപെടലും നിർണായകമായ പരാമർശങ്ങളുമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.